ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അപ്പോൾ സ്റ്റൂവും തരും. അപ്പോൾ ആ സ്റ്റൂവിന് നല്ലൊരു മണവും ടേസ്റ്റും ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. നമുക്ക് അതുപോലെയുള്ള ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ വീട്ടിൽ പല പ്രാവശ്യം നോക്കിയിട്ട് നടന്നില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ആദ്യം ഒരു പാത്രം വെച്ച് കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചൂടായി വരുമ്പോൾ കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം. ഒരു 10-12 കാഷ്യൂ ആണ് നമ്മൾ എടുത്തേക്കണത്. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് ഒരു 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 3 ഏലക്ക ഇത്ര ഇട്ടിട്ട് അങ്ങ് ചൂടാക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി നുറുക്കിയതും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരിക്കലും സ്റ്റൂവിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇനി ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ ചെറുതായി നുറുക്കിയത് ചേർക്കാം. സവാളയുടെ നിറം ഒന്ന് ചെറുതായി മാറി വരണ വരെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ക്യാരറ്റ്, 5 ബീൻസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇത്രയും ക്യൂബ്സായിട്ട് അരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർക്കണത്. പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രഷർ കുക്കറിലൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. ഇനി പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറി വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഒരു തേങ്ങയുടെ 2-ാം പാലാണിത്. 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റൂ ഒരിക്കലും പച്ചവെള്ളത്തിൽ ചുമ്മാ വേവിച്ചെടുക്കരുത്. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണമെങ്കിലാണ് ആ സ്റ്റൂവിൻ്റെ സ്വാദും മണവും അതേപടി കിട്ടുള്ളൂ. പച്ചക്കറി വേവണ സമയം കൊണ്ട് നമുക്ക് സ്റ്റൂവിലേക്ക് ചേർക്കാനുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം. ഇത് വേറെ ഒന്നുമല്ല, ഒരു 4 ബിസ്ക്കറ്റാണ്. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച 1-ാം പാലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് ബിസ്ക്കറ്റ് നന്നായിട്ട് കുതിർത്ത് എടുത്തു വെച്ചാൽ മതി. ഇതാണ് നമ്മൾ അതിലേക്ക് സ്റ്റൂവിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടില്ലേ അപ്പവും സ്റ്റൂവും തരുമല്ലോ, അതിന് നല്ലൊരു മണവും ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രഹസ്യം ഈ ബിസ്ക്കറ്റ് തേങ്ങാപ്പാലുമാണ്. പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ വേവിച്ച് വെച്ചേക്കണതാണ്. പച്ചക്കറിയൊക്കെ വെന്തുടങ്ങി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി 1-ാം പാല് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതായിട്ട് ചൂടായാൽ മാത്രം മതി. ഈ സമയത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റ് കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് കുറച്ച് നേരം വയ്ക്കാം. അതിൻ്റെ മണവും സ്വാദൊക്കെ ഒന്ന് നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കണത്. ആദ്യം നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്റ്റൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ സ്റ്റൂ ഉണ്ടാക്കുകയുള്ളൂ.